ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ചധികം നാളായിരുന്നു. ഞാനിങ്ങനെ എന്നിട്ട് 2 ദിവസം മുമ്പ് വിചാരിച്ചു എന്നാൽ ശരി ഇപ്പോൾ ചെയ്തേക്കാം, പ്രത്യേകിച്ച് വേറെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ലിസ്റ്റ് തയ്ക്കാനുള്ള യൂട്യൂബേഴ്സിൻ്റെ ലിസ്റ്റ് അത്രയ്ക്കും ആൾക്കാർ പോലും ഇല്ല എൻ്റെ ഒരു ലിസ്റ്റിൽ. ഞാൻ കാണുന്ന യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ അത്രയ്ക്കും യൂട്യൂബ് കാണുന്നത് കുറവാണോ അതോ എനിക്ക് പെട്ടെന്ന് ആരുടെ മുഖം ഓർമ്മ വരാത്തതുകൊണ്ടാണോ എന്നെനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു 10 പേരുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ടുള്ളത് കോൾമി ഷസാം. 2022 പുള്ളിക്കാരൻ യൂട്യൂബിലോട്ടൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത്. അതിന് മുമ്പും പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മോസ്റ്റ്ലി ഇൻസ്റ്റഗ്രാം റീൽസ് ആയിരുന്നു. ഈ സ്മാർട്ട് ഫോൺ കമ്പനീസിൻ്റെ സ്പൂഫ്, സ്കിറ്റ്സ്, ഡ്രാമാസ്, കോമഡി ഇതൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ മെയിനായിട്ട് റീൽസ് ഫോർമാറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പതിയെ യൂട്യൂബിലേക്ക് ഷിഫ്റ്റായി റിവ്യൂസും ടെക് റിലേറ്റഡ് പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് വന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ പക്ഷേ വേറൊരു ലെവലിലായി. കോൾമി ഷസാം വൈൻസ്, അൽഷാസ് വ്ളോഗ്സ്, പിന്നെ കോൾമി ഷസാം റിവ്യൂസ്, അങ്ങനെ വേറെ ലെവലിലോട്ട് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്തു. പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഇപ്പോൾ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ടിപ്പിക്കൽ ചാനൽ ഗ്രോത്ത് എങ്ങനെയായിരുന്നു അതുപോലെ വന്നതാണ് കോൾമി ഷസാം എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ എൻ്റെ ഒരു ഫേവറേറ്റ് എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പണ്ടും ചെയ്തിരുന്ന ആ ഒരു സ്കിറ്റ് ഉണ്ടല്ലോ. പുള്ളിക്കാരൻ തന്നെ പല വീഡിയോസിലും ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു OnePlusൻ്റെ ഫോണിൽ നിന്നാണ് പുള്ളിക്കാരൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ സ്മാർട്ട് ഫോൺ കമ്പനീസിൻ്റെ സ്പൂഫ് സ്കിറ്റ്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്നതൊക്കെ ആ ഒരു OnePlusൻ്റെ ആ ഒരു ഡിവൈസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ടെക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 2 lakh അല്ലെങ്കിൽ 3 lakh എബവ് വർത്ത് ഉള്ള എക്യുപ്മെൻറ്റ്സ് ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. സോ അത്രയ്ക്കും ടിപ്പിക്കൽ ആയിട്ട് വളരെ ഒരു ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. അത് തീർച്ചയായിട്ടും എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അറ്റ് ദ വെരി ബിഗിനിങ് പുള്ളിക്കാരൻ്റെ ആ ഒരു കണ്ടൻറ്റൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കാണുമായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് ചില കണ്ടൻസൊക്കെ. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ ആ ഒരു ഡ്രാമയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ പുള്ളിക്കാരൻ അത്രയ്ക്ക് അതിലോട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു എന്തോ ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട് അതിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കണ്ടന്റ് ഒന്നും കിട്ടാറില്ല, അതൊക്കെ കൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന്. ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ പണ്ടത്തെ അത്ര റെഗുലറായിട്ട് അതിലോട്ട് പുള്ളി പോകുന്നില്ല. വേറെ കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതും ചാനൽ ഇപ്പോൾ ഗ്രോ ചെയ്യുന്നതൊക്കെ ആ ഒരു രീതിക്കൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ തന്നെ ബ്രാൻഡിങ് ആണ് പുച്ഛം എന്ന് പറയുന്നതൊക്കെ. അടുത്ത ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ജയരാജ് ജീനാഥാണ്. പുള്ളിക്കാരനെ അറിയാത്തതായിട്ട് യൂട്യൂബ് വ്യൂവേഴ്സ് ആണെങ്കിലും കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും വളരെ കുറവാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് യൂട്യൂബ് ടെക്കീസ് ആണ് പുള്ളി. അതായത് യൂട്യൂബിനെ പറ്റി ഇപ്പോഴത്തെ പല പുതിയ ജനറേഷനിലുള്ള ആളുകൾ ഇതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പുള്ളിക്കാരൻ ഇതിലേക്ക് വന്ന ആളാണ്. ആ ഒരു ഗ്രോത്ത് ലിറ്ററലി നമുക്ക് ആ ഒരു ഗ്രോത്ത് പുള്ളിക്കാരൻ്റെ ചാനലിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ത്രൂ ഔട്ട്. അതായത് ഒരു 5 വർഷം മുമ്പും ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ റിവ്യൂ അടിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ അതിലുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടും പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. ബാക്കി ആരുടെ വീഡിയോസ് ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ വീഡിയോ ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം അനാവശ്യമായിട്ടൊരു മിനിറ്റ് പോലും ആ ഒരു വീഡിയോയിൽ കാണില്ല. അത്രയും ക്രിസ്പായിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓവറായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസോ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഓവർ ക്രിറ്റിസിസമോ ഒന്നും വരാറില്ല. വളരെ ഒരു പോസിറ്റീവ് ഓറ ഉള്ളൊരു ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. വലിയ എഡിറ്റിംഗ് എന്താ പറയുക ഗിമിക്സോ അല്ലെങ്കിൽ വലിയ വ്യൂവേഴ്സ് അട്രാക്റ്റിംഗ് സ്ട്രാറ്റജീസോ അങ്ങനെയൊന്നുമില്ല. എന്താണോ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളത് അതാണ് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നത്. അതും വളരെ നീറ്റായിട്ട് ടു ദ പോയിൻ്റായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അത് ചെയ്തു പോകും. അങ്ങനെയുള്ളൊരു ക്രിയേറ്ററാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ പുള്ളിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. അത് ചെറിയൊരു കാര്യമല്ല. യൂട്യൂബ് വേൾഡിലുള്ളവർക്കറിയാം, ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ ചില പർട്ടിക്കുലർ ഹൈ എൻഡ് ബ്രാൻഡുകളൊക്കെ അത്രയ്ക്കൊന്നും പുതിയ യൂട്യൂബേഴ്സിനെ അവരങ്ങനെ പുഷ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് അവർ നോക്കാറില്ല. പക്ഷേ ആ ലെവലിൽ നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ പോലും മലയാളി ടെക് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ പുള്ളിക്കാരനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. വേറൊരു ടെക് ചാനൽ എന്ന് പറയുമ്പോൾ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഒരു 2 years ആയിട്ടാണ് പുള്ളിയുടെ വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്.
വളരെ നല്ലൊരു പ്രസൻറ്ററാണ്. വളരെ എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, വളരെ ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ മോഡേൺ ആട്രിബ്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. റീസെൻ്റായിട്ട് എന്ത് റെലവൻറ്റ് ടോപ്പിക്സ് വന്നാലും അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേഷൻ ആണെങ്കിലും പുള്ളിയുടെ ഓവറോൾ എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോസും റിവ്യൂസും പിന്നെ ചില ടെക് ഇഷ്യൂസിൽ ഉള്ള പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻസും ഒക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. റീസെൻ്റ്ലി ഒരു ലാസ്റ്റ് 2 to 3 years അല്ലെങ്കിൽ ഒരു 3 to 4 yearsലാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ചാനലിൻ്റെ ആ ഒരു ഗ്രോത്ത് വരുന്നത്. അത് കണ്ടൻറ് ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. കാരണം ടെക്കീസ് എന്ന് പറയുന്ന ഒരു വേൾഡിൽ ഒരു ക്ഷാമവുമില്ല പുതിയ ആൾക്കാർക്ക് എപ്പോഴും. പക്ഷെ അതിലൊരു റെക്കഗ്നൈസ്ഡ് ലെവലിൽ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ അതിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കണ്ടൻറ് ക്വാളിറ്റി കൊണ്ടാണ്. നമ്മളിപ്പോൾ ടെക്കീസ് എല്ലാം കവർ ചെയ്തു. ഇനി കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അരുൺ പ്രദീപ് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. പുള്ളിക്കാരൻ്റെ സോളോ വീഡിയോസ്, സോളോ സ്കിറ്റ്സും ഒക്കെയാണ് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്, കമ്പോസറാണോ അത് പുള്ളിക്കാരനോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ ഒറ്റ ഇതിൽ പണ്ട് ഷാസാമൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ അതേ ഒരു ഫോർമാറ്റാണ്. പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പല സീക്വൻസുകൾ, പല ഷോട്ടുകളിൽ നിന്നിട്ട് പല ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ഫേസിലൊക്കെ വരുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വീഡിയോ മേക്കിംഗ് സ്റ്റൈലാണ് സോളോ പ്രസൻറ്റേഷൻ. പക്ഷേ സോളോ പ്രസൻറ്റേഷനിലും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള സോളോ പ്രസൻറ്റേഴ്സിൽ ഇല്ലാത്തൊരു ഹൈലൈറ്റ് സൗണ്ടാണ്. ഒബ്വിയസ്ലി ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ സൗണ്ട് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പലയിടത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ആ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് വരുമ്പോൾ ഒരു മ്യൂസിക് ആയിക്കോട്ടെ, അത് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഇയർഫോണൊക്കെ എടുത്ത് വെച്ച് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഹൈലൈറ്റഡ് പോർഷൻ, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഉബൈദ് ഇബ്രാഹിം വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ യൂട്യൂബേഴ്സ് ഇൻ കേരളയാണ്. പുള്ളിക്കാരനെ ഓൾമോസ്റ്റ് ആ ഒരു യൂട്യൂബ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് പുള്ളിക്കാരൻ. പുള്ളിയുടെ ഫസ്റ്റ് ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ ഉബൈദ് ഇബ്രാഹിം 1.0 എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതെന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ട് ബ്ലോക്കായി പോവോ എന്തോ അത് പറ്റി, കോപ്പിറൈറ്റ് ഇഷ്യൂ ആണോ എന്തോ സ്ട്രൈക്ക് എന്നറിയില്ല. എനിക്ക് അന്ന് ഞാൻ വായിച്ചായിരുന്നു ആ ഒരു പോസ്റ്റ് പുള്ളിയുടെ. പിന്നീട് ഞാൻ അത് മറന്നു, കുറേ വർഷം മുമ്പാട്ടോ, എനിക്കൊന്നൊരു 4-5 വർഷം മുമ്പാണ് ഇത് നടക്കുന്നത്. അന്ന് വായിച്ചായിരുന്നു, പിന്നെ ഞാനത് മറന്നു എന്ത് ഇഷ്യൂ കൊണ്ടാണ് ഫസ്റ്റ് ചാനൽ പോയതെന്നുള്ളത്. സെക്കൻഡ് ചാനൽ പുള്ളിക്കാരൻ ലോഞ്ച് ചെയ്തു. സെക്കൻഡ് ചാനൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 million കഴിഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് ആ ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ് പുള്ളി. 1 million 2 million അങ്ങാണ്ടായി സബ്സ്ക്രൈബർ കൗണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ കുറച്ച് വീഡിയോസ്, ക്വാളിറ്റി ഉള്ള കുറച്ച് ട്രോൾസ്, അതാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ. ട്രോൾ വീഡിയോസ് പുള്ളിക്കാരൻ റെഗുലറായിട്ട് ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രോൾ വീഡിയോസ് ഇടുന്നതിലാണ് പുള്ളിയുടെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ട്രോളുകൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ. റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ പുള്ളി എപ്പോഴും ഒരു ട്രോളെങ്കിലും ഇടാതിരിക്കില്ല. പുള്ളിയുടെ നേച്ചറാണത്. പിന്നെ പുള്ളിക്കാരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളെയും കൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. നമ്മളും കഞ്ഞി അൽഫാമും മന്തിയൊക്കെ കുടിച്ചു പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എൻ്റർടൈൻമെൻറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായിരുന്നു ഒരു ഫീൽഡ് ബാക്കി ഉണ്ടായിരുന്നു? കുറച്ചുകൂടെ ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ മിസ്റ്ററി അല്ലെങ്കിൽ ഡാർക്ക് കോൺസ്പിറസി തിയറീസ്, ഹൊറർ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലോട്ട് വരുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരനൊരു ബ്ലോഗ് ചാനൽ കൂടെ ഉണ്ട്. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പൊക്കെയാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയത്. പോഡ്കാസ്റ്റും ഉണ്ട് പുള്ളിക്ക്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള എന്ന് പറയുന്ന ബുക്കിൻ്റെ മലയാളം പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കേട്ടുറങ്ങാൻ എന്ത് സുഖമുള്ള സാധനമാണെന്നോ. അതിങ്ങനെ രാത്രിയൊക്കെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യൻ ബോധം വരുമ്പോൾ അലർച്ചയൊക്കെ കേട്ടോണ്ടായിരിക്കും എഴുന്നേക്കുന്നത്. സൗണ്ട് എഫക്റ്റും ഉണ്ട് ഇത് പറയുന്നുണ്ട്, വെറുതെ റിസൈറ്റ് ചെയ്തു പോവല്ല. ഓരോ സീക്വൻസിനും ഓരോ സൗണ്ടും പുള്ളി കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. വളരെ ടൈം എടുത്ത് വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം നല്ലപോലെ റിസർച്ചും ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. അത്യാവശ്യം ക്രിട്ടിക്സും ഇതൊക്കെ കയറി വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി പല കാര്യങ്ങളിലൊക്കെ, എന്നാലും അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോസാണ്
ഓവറോൾ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ തോന്നിയിട്ടുള്ളത്. ലാസ്റ്റ് 2 പേരെന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി നല്ലപോലെ വൈറലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒന്ന് കൂഡോസ് മീഡിയ, നിങ്ങൾക്കറിയാം 5 പേരുടെ ഒരു ഗ്രൂപ്പാണ്. അതിൽ ഫുള്ള് എനിക്ക് പേരറിയില്ല കേട്ടോ എല്ലാവരുടെയും. അമീനെ മാത്രം അറിയാം. അതിപ്പോൾ റീസെൻ്റ്ലി പുള്ളിക്കാരൻ്റെ 2-3 സിനിമകളുടെ പ്രൊമോഷൻ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ്റെ പേരറിയാം എനിക്ക്. അമീനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ്. അവരും ഇതുപോലെ തന്നെ ഓരോ സോളോ ഡ്രാമാസ് കോമഡിക്ക് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ നാച്ചുറലായിട്ട് ഉള്ള ഒരു കണ്ടൻറ് പ്രസൻറ്റേഷനാണ്. അതായത് നമ്മുടെ നാട്ടിൽ 4 പയ്യന്മാരിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണോ ഒരു വൈബ് കിട്ടുന്നത് അവരുടെ വീഡിയോയിൽ നിന്ന് അതേ ഒരു വൈബ് കയറി വരാറുണ്ട്. ആ ഒരു രീതി നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് ഹ്യൂമറിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടൻറ്റൊക്കെ ചെയ്തവരാണ് അവർ. തീർച്ചയായിട്ടും നല്ലപോലെ അഭിനയിക്കാനും അറിയാം, അത് പറയണമല്ലോ. നല്ല അസാധ്യമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ്. അവരുടെ വീഡിയോസാണ് ഞാനത് ഇപ്പം റീസെൻ്റ്ലി അവരുടെ പഴയ വീഡിയോസാണ് പുതിയ വീഡിയോസാണെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഒരിതുണ്ട്. കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കാറുള്ളത്. അങ്ങനെ കാണാറുണ്ട്. സോ അവരുണ്ട്. പിന്നെ 2 പറഞ്ഞിരുന്നല്ലോ, കരിക്കാണ് ഏറ്റവും ലാസ്റ്റിലുള്ളത്. എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. കരിക്കിൻ്റെ ഒരു സമയത്ത് വീഡിയോസൊക്കെ എന്ന് പറയുന്നത് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുമായിരുന്നു. അവരുടെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീൽസും ഷോർട്സും ഒക്കെ ആയിരുന്നു ഒരു കുറേ നാളത്തേക്ക് അത് മാത്രമേ നമുക്ക് കാണത്തുള്ളായിരുന്നു. ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ. റീസെൻ്റ്ലി വീഡിയോ മോശമാണെന്നല്ല കേട്ടോ, തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നല്ല സ്ക്രിപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതല്ല എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അവർ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും ആളുകൾക്ക് കുറച്ചുകൂടെ താല്പര്യം, എനിക്കറിയില്ല. അവരുടെ സീരിയസ് ആയിട്ടുള്ള വേറൊരു ചാനലിലൂടെ വെബ് സീരീസിന് ഉള്ള ഒരു ചാനലിലൂടെ ഉണ്ട്. അതിൽ വന്ന വെബ് സീരീസും എനിക്കിഷ്ടമാണ് കേട്ടോ മോസ്റ്റ്ലി. പിന്നെ ഹ്യൂമർ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അവരിൽ നിന്ന് അവർക്കതിനുള്ള ഒരു നല്ലൊരു പൊട്ടൻഷ്യലുണ്ട്. അവർ ഹ്യൂമർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു റിലേറ്റബിൾ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, കുറച്ചുകൂടി ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഈ കൂഡോസ് മീഡിയയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ. പേഴ്സണലി കരിക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് എനിക്കിഷ്ടമായത് സാമർത്ഥ്യശാസ്ത്രമാണ്. അതിൻ്റെ സ്റ്റോറി ലൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിഷ്ടമായിരുന്നു ആ ഒരു ലാസ്റ്റ് ട്വിസ്റ്റ് ആയിക്കോട്ടെ, ഓരോ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എനിക്കത് ഒരുപാട് ഇഷ്ടമായി. സോ കരിക്കാണത് 8 വരെ ആയുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിൽ ഇത്രയും എടുത്തപ്പോൾ 10 പേരെന്ന് പറഞ്ഞാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. പിന്നെ കോളം തയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ 2 പേരോടുണ്ട്. വേറെ 2 അല്ല, പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയേണ്ടി വരും കേട്ടോ. ശരത് നിയോൺ സ്റ്റെക്ക് ആയിക്കോട്ടെ, ആൽബിൻ ജോഷി ട്രോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രതാപ് ജി ടെക്ക്, ഇവരുടെയൊക്കെ വീഡിയോസ് റാൻഡമായിട്ട് കാണും. മല്ലു എക്സ്പ്ലെയിനർ, ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഈ 8 പേരാണ് കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ തലയിൽ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആദ്യം പറഞ്ഞത് എന്ന് കരുതി ബാക്കിയുള്ളവരൊന്നും മോശമാണെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കാണാറുള്ള ഒരു 8 പേരുടെ പേര് അല്ലെങ്കിൽ ഒരു 10 പേരുടെ ഇത്രയേ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ വേറൊരു സിനിമയുടെ റിവ്യൂവും കൂടെ പുറകെ വരുന്നുണ്ട്. അത് ഷൂട്ട് ചെയ്യണം. ഇന്ന് ഷൂട്ട് ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയമാണ്. ഇപ്പോൾ ഈ ചെയ്തത് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് കുറച്ച് എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേതിൻ്റെ പുറകെ വരുന്നതാണ്. അത് ഇതിലും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആളുടെ സിനിമയാണ്. പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റോറിയാണ് റിവ്യൂ ആയിട്ട് വരാൻ പോകുന്നത്. സോ അതിനു വേണ്ടി കാത്തിരിക്കാനൊന്നും ആളുമില്ല. നിങ്ങൾ കാണുമോ എന്തോ, എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തിടും. ഓക്കെ.